ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മല്ലു സെക്ഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് കുവൈറ്റിൽ ആദ്യമായിട്ട് വന്ന കുറേ നേഴ്സുമാരുണ്ടല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയുകയാണ്. കുറേ നേഴ്സുമാർക്ക് ഇപ്പോൾ കുറേ അമളിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറേ പൈസയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു സിസ്റ്റർ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത്, എനിക്കിങ്ങനെ ഒരു കോൾ വരികയുണ്ടായി. അപ്പോൾ ആ കോൾ വന്നു കഴിഞ്ഞ് ഞാനത് എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വാട്സപ്പ് ലോക്കായി, അതുപോലെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്കും സംഭവിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുമെന്ന പ്രതീക്ഷയുമായിട്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക, നിങ്ങളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു 3 മാസത്തെ ശമ്പളം ഒരുമിച്ചായിരിക്കാം. ചിലപ്പോൾ 2 മാസം ശമ്പളം ഒരുമിച്ച് കിട്ടും, അതിനിട്ട് 1 മാസം ശമ്പളം കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 3 മാസത്തെ നിങ്ങളുടെ ലോക്കം പീരീഡിന്റെ ശമ്പളം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു 3 4 അല്ല 5 മാസം നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തിനാ? ഫുൾ സാലറി കിട്ടാനായിട്ട്. അപ്പോൾ ഫുൾ സാലറി കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെത്തുക. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കുവൈറ്റിലോട്ട് ആദ്യമായിട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 3 മാസത്തെ ശമ്പളം നിങ്ങൾക്ക് ഈ പറഞ്ഞ ചെക്ക് മുഖേന നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു. അതിനുശേഷം നിങ്ങളൊരു അക്കൗണ്ടും കാര്യങ്ങളും ഇവിടെ ഓൺ ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളൊരു അക്കൗണ്ടും കാര്യങ്ങളും എടുത്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ബാങ്കിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എംഒഎച്ചിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആ ടൈം പീരീഡിലോട്ട് ചിലപ്പോൾ 3 മാസത്തെ ആയിരിക്കാം, ചിലപ്പോൾ 4 മാസത്തെ ആയിരിക്കാം, 5 മാസത്തെ ആയിരിക്കാം. നിങ്ങളുടെ ലോക്കം പീരീഡ് കഴിഞ്ഞിട്ട് എത്ര മാസം നിങ്ങൾ ജോലി ചെയ്തോ അത്രയും മാസം ശമ്പളം നിങ്ങൾക്ക് ഒരുമിച്ച് നമ്മുടെ കുവൈറ്റ് എംഒഎച്ച് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഫ്രോഡ് ടീമുകൾ നോട്ടിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. നിങ്ങൾ പുതുതായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിം കാർഡ്, അതുപോലെ നിങ്ങൾ പുതുതായിട്ട് എടുത്തിരിക്കുന്ന നിങ്ങളുടെ സിവിൽ ID, അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഇതെല്ലാം നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരുപാട് കോളുകൾ അനാവശ്യമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരാം. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ആ ഫോണുകൾ എടുത്തെന്ന് വരാം, ചിലപ്പോൾ അവരോട് സംസാരിച്ചെന്ന് വരാം. ചിലപ്പോൾ ഫോണുകൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഇവിടുത്തെ പോലീസിൻ്റെ ഡ്രസ്സിലായിരിക്കും, യൂണിഫോമിലായിരിക്കാം ചിലപ്പോൾ ചില ആളുകൾ നിങ്ങൾ വിളിക്കുന്നത്. അത് ഇവിടുത്തെ ഒരു ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ കുവൈറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുവൈറ്റ് പോലീസുകാർ ഒരിക്കലും നിങ്ങളെ ഫോൺ ചെയ്ത് വാട്സപ്പ് കോളുകളൊക്കെ ചെയ്ത് വീഡിയോ കോളൊക്കെ ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ ഡീറ്റെയിൽ ചോദിക്കുന്ന ഒരു പതിവില്ല എന്നുള്ള കാര്യമാണ് എടുത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലെ ഈ പറഞ്ഞ പോലെ വാട്സപ്പ് കോളുകൾ വരുന്നു, ഈ പറഞ്ഞ വീഡിയോ കോളുകൾ വരുന്നു, ഫോണുകൾ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നു, പിന്നെ അക്കൗണ്ടിൽ കിടന്ന പൈസകൾ പോകുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കുറേ നേഴ്സുമാർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്ന കുറേ നേഴ്സുമാരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലും കാര്യങ്ങളും പൈസകളൊക്കെ വന്നു, നിങ്ങൾ ഇതുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കോളുകൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആ ഫോണുകളൊന്നും എടുക്കാതിരിക്കുക. ഒരു തരത്തിലും ആർക്കും ഒരു പിൻ നമ്പറുകളോ കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കാതിരിക്കുക. ആരും നിങ്ങളെ അങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടെ പിൻ നമ്പറോ അല്ലെങ്കിൽ OTP നമ്പറുകളോ ഒന്നും ചോദിക്കത്തില്ല എന്നുള്ള കാര്യമാണ് എടുത്തു പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരെ. ഇപ്പോൾ എൻ്റെ വൈഫിനാണെങ്കിലും ഓട്ടോമാറ്റിക്കലായിട്ട് 2-3 തവണ കോളുകൾ വന്നു, ഈ പറഞ്ഞതുപോലെ ആ കോളുകൾ എടുക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ സംഭവിച്ച ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം, ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, കുറേ പേരുടെ പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ കുവൈറ്റിലോട്ട് വന്നിരിക്കുന്ന ആദ്യമായിട്ട് കടന്നു വന്ന നേഴ്സുമാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കോളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസകളും കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യം കൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നേഴ്സുമാരിൽ എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഈ ഒരു കാര്യം പുതിയതായിട്ട് നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും ഓർത്തിരിക്കുക. ഒരു കാരണവശാലും അനാവശ്യമായിട്ടുള്ള കോളുകൾ എടുക്കാനോ ആർക്കും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പിൻ നമ്പറുകളോ പറഞ്ഞു കൊടുക്കാനോ നിൽക്കാതിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.